ഇങ്ങനത്തെ വളം കൊടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് ആണ്ട ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് മാറ്റണം കേട്ടോ. നമ്മൾ ഹൈ ഫ്രണ്ട്സ്, VRS സെക്രട്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൂർക്ക കൃഷിയാണ്. കഴിഞ്ഞൊരു വീഡിയോ നമ്മളൊരു കൂർക്ക ചെയ്തിട്ടുണ്ടായി. അതായത് നമ്മൾ കിഴങ്ങ് പൊടിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. 3 ദിവസം കൊണ്ട് തന്നെ നമ്മൾ കിഴങ്ങ് പൊടിപ്പിച്ചിട്ടാണ് നമ്മൾ നട്ടത്. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ആ കിഴങ്ങ് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ വേരിറങ്ങണമെങ്കിൽ അതിനോട് കാ പിടിക്കണമെങ്കിൽ തന്നെ നമ്മൾ അതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം, കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് നമുക്ക് അടുത്ത തടത്തിലേക്ക് നട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കിഴങ്ങ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോഴേ നമ്മളെ കൂർക്ക വയ്ക്കുന്നതാണല്ലേ, അപ്പോൾ നല്ല രീതിക്കുള്ള കൂർക്കയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നോക്കിയേ, നല്ല പച്ചിലപ്പാറ്റ് നിൽക്കുന്നത്. അതുപോലെ ഫലപുഷ്ടിയായിട്ടാണ് നമ്മളെ കൂർക്ക കഴിക്കുന്നത് പറയുമ്പോൾ നല്ല രീതിക്ക് തന്നെ നല്ല കരുത്തോടെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ കിഴങ്ങ് നമ്മൾ 3 ദിവസം കിഴങ്ങ് മുളപ്പിച്ചിട്ട് നടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഴങ്ങ് കൊണ്ട് നട്ടുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നല്ല ഫലപുഷ്ടിയായിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഒരു ഇതുമില്ലാത്ത രീതിക്ക് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം നല്ല രീതിക്ക് നമ്മൾ അന്ന് നട്ടതെന്ന് പറയുമ്പോൾ ഒരു 3-5 മൂട അത്രയും നമ്മൾ എത്രയും നട്ടുള്ളൂ കേട്ടോ. ഇപ്പം നോക്കിയാൽ നമ്മൾ ഒരു സൈഡിലായിട്ടാണ് നട്ടാ, 1-2 സൈഡിലായിട്ടാണ് നമ്മൾ ഇങ്ങനെ നട്ടോ. ഇപ്പോൾ നല്ല രീതിക്ക് എല്ലായിടത്തും പച്ചിലപ്പറ്റി നല്ല രീതിക്ക് തന്നെ പിടിച്ച് നല്ല ഫലപുഷ്ടിയായിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള കിഴങ്ങ് ഇറങ്ങണമെങ്കിൽ നമുക്ക് ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം, അതിനെ കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്ത് നമുക്ക് അടുത്ത വേറെ തടത്തിലേക്ക് നമ്മൾ നട്ടു കൊടുത്താൽ മാത്രമേ അടുത്ത നമുക്ക് ഇത് കിഴങ്ങിറങ്ങത്തുള്ളൂ. അപ്പോൾ അതുമല്ല, നമുക്ക് ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൃഷിയാണ് കേട്ടോ. ഇപ്പോൾ മഴയാണ്, ഭയങ്കര മഴയാണ്. ഇപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയും കൂടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൂർക്കയൊക്കെ നടാനുള്ള പറ്റിയൊരു സമയമാണ് കേട്ടോ ഇത്. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല എന്ന് പറയാൻ നമ്മളെ തണ്ടൊന്നും നമുക്കിത് അഴിയൊന്നും പോകത്തില്ല പെട്ടെന്ന്. അല്ലെങ്കിൽ വെയിലത്തൊക്കെ നമുക്ക് ഭയങ്കര വെയിലാണെങ്കിൽ നമ്മൾ വാടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള ഇതൊക്കെ നമുക്ക് കൊടുക്കണം. പിന്നെ നമ്മൾ മറച്ചു കൊടുക്കണം, നമ്മൾ ഓലയിട്ടുള്ള ഇതൊക്കെ മറച്ചൊക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം ഇങ്ങനെയൊന്നും ഉണ്ട്, നമുക്ക് നേരത്തെ കയറെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ നമുക്ക് ഇതിൻ്റെ കിഴങ്ങെന്ന് പറയുന്ന നേരത്ത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായി. നമ്മളാ മരിച്ചീനി ഉദാഹരണമായിട്ട് നമ്മളൊരു മരിച്ചീനി പറയാം. അപ്പോൾ മരിച്ചീനി കൃഷിയിൽ നേരത്തെ നമ്മളൊരു ചെറിയ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാസംബ്ലേഡ് നമുക്ക് പോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഹാസംബ്ലേഡ് നമ്മൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു മോതിരവളയം കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കറയാണ് ഇപ്പം മരിച്ചീനിക്ക് എന്ന് പറയുന്ന നേരത്ത് അതിൻ്റെ കറയാണ് മരിച്ചീനിയുടെ കിഴങ്ങെന്ന് പറയുന്ന നേരത്ത്. അപ്പോൾ അതേപോലെ ഇതാണ് നമുക്ക് ഇതിൻ്റെ കറയാണ് കേട്ടോ. ഇതിൻ്റെ കറ ഇതാണ് പ്രൂൺ ചെയ്ത് നടാൻ നേരത്തെ കിഴങ്ങിടക്ക് ഇറങ്ങണമെന്ന് പറയാത്ത കാര്യം എന്ന് പറയുമ്പോൾ അതാണ് കേസ്. ഇതാ നോക്കിയാൽ കാണിച്ചാൽ നോക്കിയാൽ ഇത് നമ്മളിപ്പോൾ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ കട്ട് ചെയ്യാൻ പറ്റി നല്ല പ്രായത്തേക്ക് കേട്ടോ. ഈ സമയമാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തോന്നുന്നതല്ല, ഇത് ഒരെണ്ണം നമ്മൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യാൻ നേരത്ത് ഇവിടെ നിന്ന് ഇതിൻ്റെ നീരുണ്ടോ, ഇതിൽ നിന്ന് ഇറങ്ങുന്ന നീരുണ്ടോ, അപ്പോൾ ഈ നീരാണ് അപ്പോൾ ഇതിൻ്റെ വേര്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ കിഴങ്ങായിട്ട് വരുന്നു കേട്ടോ. അതേപോലെ നമുക്ക് തണ്ടായിട്ട് നമുക്ക് തന്നെ വെച്ച് നമുക്കിത് മണ്ണിട്ട് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോഴേ ഇവിടെയാണ് നമ്മൾ തടം എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പിന്നെ ചീവക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്ക നടാൻ നമ്മൾ കട്ട് ചെയ്ത് നടാൻ പോകുന്ന സ്ഥലം എന്ന് പറയാൻ ഇവിടെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തടത്തിന് 2 സൈഡിൽ നമ്മൾ നേരത്തെ എടുത്ത ശേഷം നമുക്ക് ഇങ്ങനെയെന്ന് പറയാം. അപ്പോൾ ഈ 2 സൈഡിലായിട്ട് നമുക്കൊരു സെൻറ്റർ വെള്ളം എന്നായിട്ട് ഇങ്ങനെ ചാല് പോലെ എടുത്ത് കൊടുക്കണം കേട്ടോ. ചാല് പോലെ നമുക്ക് ഇതേപോലെ നമുക്കൊന്ന് എടുത്ത് കൊടുക്കണം. അപ്പോൾ നല്ല മണ്ണള കൊണ്ടൊക്കെ നല്ല രീതിക്ക് നമുക്ക് വേരോ പിടിക്കും കേട്ടോ. ഇതേപോലെ കണ്ട ഒരു സെൻറ്ററായിട്ട് ഇങ്ങനെ ഒന്ന് ചാല് പോലെ നമുക്ക് ഇതേപോലെ ഒന്ന് ആദ്യം നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് ഒരു കുഴി എടുത്ത് കൊടുക്കണം കണ്ടോ. ഒരു ചാല്, ഇത്രയൊരു ചാല് നമുക്കിങ്ങനെ കൊടുക്കണം കണ്ടോ. ഇത്രയും നമ്മൾ കൊടുത്താൽ മതി. അപ്പോഴേ ഈ ചാല് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കെന്ന് പറയുന്ന നേരത്ത് നമുക്കുള്ള വളം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പറയുന്നത് നമ്മൾ ആട്ടുമുഴുക്ക ഉണ്ടല്ലോ, ആട്ടുമുഴുക്ക ഉണ്ട്, അതേപോലെ കോഴിവളം ഉണ്ട് കേട്ടോ. ഇത്രയും വളങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടോ. ഈ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നമുക്ക് അധികം ഒന്ന് തട്ടി കൊടുക്കാം, കുഴപ്പമില്ല. ഇപ്പം മഴ ആയിക്കൊണ്ട് തന്നെ വലിയ ചൂടുള്ളതാണ്, ആട്ടുമുഴുക്ക ചൂടുള്ളതാണ് കേട്ടോ. ഇപ്പം മഴ ആയിക്കൊണ്ട് കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട് ഉണ്ടോ. അതിനുശേഷം നമുക്ക് ഈ എടുത്ത സാധനം 2 സൈഡിൽ നമ്മൾ പിടിച്ചിങ്ങനെ മൂടുന്നുണ്ടേ ഉണ്ടോ. ഈ 2 സൈഡിൽ നമ്മളിങ്ങനെ പിടിച്ച് മൂടുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും. അതേപോലെ പെട്ടെന്ന് കാവലം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ വേർപടലങ്ങളൊക്കെ പിടിക്കും കേട്ടോ. ഇതേപോലെ വളം കൊടുക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ നല്ലത് ഉണ്ടോ.
ഇതേപോലെ നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് വളം നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെ ഒന്ന് കുറച്ചിങ്ങനെ. ഇതേപോലെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും. തന്നെ പെട്ടെന്ന് വേറെ ഓടുകയും ചെയ്യും. നമ്മൾ കിഴങ്ങ് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേ നമുക്ക് നമ്മളെ ഈ ചീവക്കിഴങ്ങ് നല്ല രീതിക്ക് കേട്ടോ. അപ്പോൾ ഈ ചീവക്കിഴങ്ങ് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ എടുത്ത തടത്തിൽ നമുക്ക് നടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ. കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് നൂത്ത് വെച്ച് കട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ചരിച്ച് വെച്ച് കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഇതേപോലത്തെ ഒരു കട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലത്തെ നമ്മൾ പ്രൂൺ ചെയ്യുന്ന കത്തിയാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇവിടുന്ന് ഒരു ഇങ്ങനെ ചരിച്ച് വെച്ച് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു തിങ്ങനൊന്നും വരില്ല കേട്ടോ. ഇപ്പോഴങ്ങനെ ആയിരിക്കുമ്പോൾ നല്ല രീതിയിൽ കിഴങ്ങ് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ 2 രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് നമുക്ക് ഇത് ചരിച്ച് കടത്തി നടണം, അതേപോലെ നൂത്ത് നടണം കേട്ടോ. 2 രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് വലുതും ചെറുതുമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്താൽ മാത്രമേ പിന്നെ അടുത്ത് നമുക്ക് ഇതിന് വളം കൊടുക്കുക. വളം ചെയ്താലേ നമുക്ക് ഇതിന് പെട്ടെന്ന് ഇതിൻ്റെ കിഴങ്ങ് ഇറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മളിത് കട്ട് ചെയ്യും. ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇനി വളം ചെയ്യാനുള്ളത്. നമ്മൾ കട്ട് ചെയ്യാം. എല്ലായിടത്തും നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരിടത്തും മാത്രം കട്ട് ചെയ്യണ്ട, എല്ലായിടത്തും കട്ട് ചെയ്യാം. ഇപ്പം എല്ലാം കട്ട് ചെയ്യാൻ സമയമായി കേട്ടോ. അതെല്ലാം കട്ട് ചെയ്ത് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അപ്പോഴേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ വേറെ ഇനി കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് വയലുണ്ട്, വയലിലൊക്കെ നമുക്ക് ഇനി കൊണ്ട് നടാം. അപ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എളുപ്പത്തിൽ നമ്മളിവിടെ ഒരു തടം എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇവിടെ നടുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നടുന്നത് എങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ നടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 5 ഇഞ്ച് ക്യാപ്പിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. ആ രീതിക്കെങ്കിലും നമുക്ക് നട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്കൊരു 2-3 എണ്ണമൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാം കേട്ടോ. ഒരു 3 എണ്ണമൊക്കെ നമുക്കിങ്ങനെ എടുത്ത് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 എണ്ണമൊക്കെ നമുക്ക് എന്തുപോലെ ചെറുതും വലുതായിട്ടും കേട്ടോ. 3 എണ്ണമൊക്കെ നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ. എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ചെറുതായിട്ടൊരു കുഴി പിടിക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു കുഴി ഇവിടെ ഇങ്ങനെ കുഴിച്ച് കൊടുക്കണം. അത് അപ്പുറത്തെ സൈഡും കേട്ടോ. ഒരു സൈഡ് കണ്ടെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെയാണ് നമ്മൾ നടന്നത് കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുന്നു. നമ്മൾ ഈ മണ്ണ് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു വെച്ചു കണ്ടോ അങ്ങനെ നോക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇവിടെയും ആയിട്ട്. അപ്പോഴേ ഇവിടുന്ന് 5 ഇഞ്ച് ഒരു ഇത് കൊടുക്കണം. 5 ഇഞ്ച് ഒരു ഡിസ്റ്റൻസ് ഇവിടെ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു 5 ഇഞ്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് അവർക്ക് അങ്ങോട്ട് പടർന്ന് പോകാനൊക്കെ ഉള്ളൊരു ഇതുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം നമുക്കിങ്ങനെ നട്ട് കൊടുക്കണം. കണ്ടോ, അതാണ്ട ഇത്ര ഒരു ഇത് അകലത്തിൽ നമുക്കിങ്ങനെ നട്ട് കൊടുക്കണം. കണ്ടോ, സെൻറ്റർ ഒന്നും ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. സെൻറ്റർ അവർ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് കിഴങ്ങ് അങ്ങോട്ട് അതായത് പടർന്ന് പോയിട്ട് അത് അവിടെ പടർന്ന് പിടിച്ചിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ സെൻറ്ററിലൊന്നും കൊടുക്കാത്ത കേട്ടോ. ഇതേപോലെ നമുക്ക് നട്ട് കൊടുത്താൽ മതി. അവരൊക്കെ അങ്ങോട്ട് പടർന്ന് പോകാനൊക്കെ നല്ലൊരു സ്ഥലം ഉണ്ടാവും കേട്ടോ. ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുത്താൽ തോനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് അടുത്ത നമ്മൾ 2 രീതിക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് ഒന്ന് കിടത്തി നട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു നീളത്തിനൊരു കുഴി ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ വീതിക്ക് ഇങ്ങനെ ഒരു കുഴി എടുക്കണം. അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു കുഴി എടുക്കണം. നമുക്ക് നമ്മുടെ തടത്തിനനുസരിച്ചുള്ള നമുക്ക് കുഴി നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നമ്മളൊരു ഒരെണ്ണ നമ്മൾ വയ്ക്കുന്നോളെ. ഒരെണ്ണ ഇങ്ങനെ നമ്മളിത് കൊടുക്കുകയും ചെയ്യുന്നു കേട്ടോ. ഇതിൻ്റെ ഈ മുളഭാഗം മുകളിൽ വരച്ചിട്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇവിടെ ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ വേര് പൊട്ടി ഇറങ്ങി നല്ല കിഴങ്ങായി മാറും കേട്ടോ. അതേപോലെ നമ്മളിങ്ങനെ ഇത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഇത് നമുക്കിങ്ങനെ കടത്തി വെച്ച് കൊടുക്കാം കേട്ടോ. കടത്തി വെച്ച ശേഷം ഇവിടെ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലിരിക്കുന്ന രീതിക്ക് നമ്മളിങ്ങനെ നിർത്തി കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് കടത്തി ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഇവിടെ 3 ആയിട്ട് ചെയ്യാമേ. അവിടെ 2 ആയിട്ട് ചെയ്തെങ്കിൽ നമുക്കിത് 3 ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. കിടത്തി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അതിൻ്റെ വേറെ ഇതും പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് നമുക്ക് ഇതിൻ്റെ കിഴങ്ങ് പെട്ടെന്ന് ഇറങ്ങാം കേട്ടോ. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ 2 രീതിക്കും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇതിലേക്കാണ് ചെയ്യുന്നത്. അപ്പോഴേ നമ്മൾ
നല്ല രീതിക്കുള്ള തന്നെ നമുക്ക് നമ്മളെ കൂർക്ക നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് നടാനാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് നടന്നെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കായ് പിടിക്കുകയും നല്ല റിസൾട്ട് കിട്ടാം. കിഴങ്ങൊക്കെ പെട്ടെന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയെങ്കിലും അകലം കൊടുക്കണം കേട്ടോ. അകലം കൊടുത്ത് നട്ടാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഇതേപോലെ എന്തെങ്കിലും ഇവിടെ നിന്നുള്ള ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ കഴിയാൻ നേരത്ത് വേണമെങ്കിൽ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഉള്ള ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇവിടെയൊക്കെ വെച്ച് കൊടുക്കാം. അവിടെ സെൻറ്റർ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതിന് നല്ല രീതിക്ക് തന്നെ അത് പെട്ടെന്ന് പടർന്ന് പിടിച്ചു കേട്ടോ. പന്തൽ നല്ല രീതിക്ക് തന്നെ അങ്ങ് പടർന്നു അങ്ങ് പിടിച്ചു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇതിൽ ക്യാപ്പിൽ കൊടുക്കുന്നുള്ളൂ. പിന്നെ അടുത്തടുത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് അവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനുള്ളൊരു ഫേസ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ കുറച്ച് ഭാഗത്തെ നമ്മൾ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തടത്തിൽ നമ്മളെ കൂർക്ക നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വളം കൊടുക്കണം കേട്ടോ. വളം കൊടുത്താൽ മാത്രമേ നമുക്ക് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ചാണകവും ആട്ടുപുഴുകയും നമ്മുടെ കോഴി വേസ്റ്റും നമ്മളെ എല്ലുപൊടിയും കൂടെ ആയിട്ടുള്ള ഒരു മിശ്രിതമാണ് നമ്മൾ ഇത് നേരത്തെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ടുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി അടുത്ത വളം കൊടുത്താലേ വേണ്ടി നമുക്ക് അടുത്ത നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത എന്താണ് വളം കൊടുക്കുകയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി അടുത്ത വളം കൊടുക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ആണ്ട ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് മാറ്റണം കേട്ടോ. നമ്മൾ ഇതും രണ്ട് സൈഡിലായിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇത് കട്ട് ചെയ്ത് നമുക്ക് നടാം കേട്ടോ. കട്ട് ചെയ്ത് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു വേണം. ഇവിടെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യും. ഇവിടെ കുറച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ വളം കേട്ടോ, ഇവിടെ ചാണകപ്പൊടി, ആട്ടുമുഴുക്ക്, അതായത് കോഴി വേസ്റ്റും കൂടെ ആയിട്ടുള്ള നമ്മൾ ഈ വളം നമുക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ അതാണ് ചെയ്യാനുള്ളത് കേട്ടോ. കുറച്ച് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് വിതറി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമുക്ക് വിതറി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നെ നമുക്കുള്ള ചീമക്കൊന്നര ഇലയോ അത് എന്തെങ്കിലും കരിയിലോ എന്തെങ്കിലും നമുക്ക് കൊടുക്കണം കേട്ടോ. പൊതിയിട്ട് കൊടുക്കണമേ. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന സ്ഥലം നമുക്കുള്ള ചീമക്കൊന്നര ഇലയാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെ കുറച്ച് ചീമക്കൊന്നര ഇല നമ്മൾ ഇതേപോലെ നമ്മൾ കുറച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അടുത്ത് നമ്മൾ ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് ചീമക്കൊന്നര ഇല നമ്മൾ ഇട്ട് കൊടുക്കും കണ്ടോ. അപ്പോൾ ചീമക്കൊന്നര ഇലയിൽ ധാരാളം നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടാണ് നമ്മൾ ചീമക്കൊന്നര ഇല നമ്മൾ കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അതങ്ങ് നമുക്ക് പെട്ടെന്ന് നല്ല രീതിക്ക് ഉള്ള വളമായിരുന്നു മാറും ചേട്ടാ. കുറച്ച് നമ്മളിങ്ങനെ കുറച്ച് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചീമക്കൊന്നരയില നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കൊടുക്കാനുണ്ടോ പറയുമ്പോൾ ഇങ്ങനെ മണ്ടയെ കൊണ്ട് നമുക്ക് ഇനി അത് മണ്ണിട്ട് കൊടുക്കണമേ. എന്നാൽ മാത്രമേ പെട്ടെന്ന് അത് കിഴങ്ങിറങ്ങി വരത്തുള്ളൂ. നമ്മൾ കൊടുത്ത വളങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അത് പിടിക്കുകയും ചെയ്യുള്ളൂ. ഇവിടെ കുറച്ച് മണ്ണ് നമ്മൾ നേരത്തെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മണ്ണ് നമ്മളിങ്ങനെ ഇളക്കി ഇട്ടിരിക്കുന്ന മണ്ണ് കുറച്ച് നമ്മളാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്തോണ്ടോ ഉണ്ടോ. ഇതേപോലെ അങ്ങനെ ചെയ്യും. നമ്മൾ സെൻറ്റർ ഭാഗത്ത് രണ്ട് സൈഡിലും മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് നിന്നെല്ലാം നമ്മുടെ കിഴങ്ങിറങ്ങി ചെയ്ത് ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉള്ള കിഴങ്ങ് കണ്ട ഇവിടെയൊക്കെ നമുക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഒടിച്ച് മാറ്റി നട്ട് കൊടുക്കാം കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇതേപോലെ നമുക്ക് കണ്ട എല്ലാത്തിനും നമുക്ക് മണ്ണിട്ട് കൊടുക്കാം കണ്ട. അതിൻ്റെ സെൻറ്റർ ഭാഗത്താക്കി മാത്രമേ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമുക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കുക. അവിടെ നമ്മൾ കൂർക്ക കൃഷി ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യണം കേട്ടോ. ഇതേപോലെ ചെയ്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എല്ലാവരും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അതേപോലെ മഴക്കാലത്താണ്, മഴക്കാലത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് കേട്ടോ. മഴയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് കൂർക്ക കൃഷി. അവിടെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും, നമുക്ക് വിളവും കിട്ടും. അവിടെ ഇതേപോലെ ചെയ്യുന്നത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഓർക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായി വരുന്നവരെ ഗുഡ് ബൈ.